നമ്മൾ ഈ പ്രസൻസിനെ കുറിച്ച് പെട്ടെന്ന് ആൾക്കാർക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് കണ്ട ഒരു ഇതാണല്ലോ. ഈ എങ്ങനെയാണ് സാർ എങ്ങനെ ഇതിലേക്ക് വരുന്നതും ഈ ഒരു കറക്ഷണൽ ഓഫീസർ എന്ന് പറയുന്നതും ഇതും തമ്മിലുള്ള എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്? നമ്മൾ കണ്ടംപററി സിനിമയിൽ കാണുന്ന ഒന്നേ അല്ല ജയിൽ. ഇത് ടോട്ടലി ഡിഫറൻസ്. നമ്മളെല്ലാ സിനിമയിലും കാണുന്നത് പോലെ ഇപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലോ ആരെങ്കിലും ജയിലിലേക്ക് വരുന്നു, ഉടനെ വരെയുള്ള ഷർട്ടും ട്രൗസറും ഇടുന്നു, ജാക്ക് ക്യാമറ എടുത്ത് പോകുന്നു, പാറ പൊട്ടിക്കാൻ പോകുന്നു. അതാണ് നമ്മൾ സ്ഥിരം കാണുന്നത്. അങ്ങനെ ഒരു സ്ഥലം എവിടെയും ഇല്ല. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇല്ല. ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് പറയാം. ഇങ്ങനെ സൗത്ത് ഇന്ത്യയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് സൗത്ത് ഇന്ത്യയിൽ തന്നെ അങ്ങനെ പാറമടയോ കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ ഇല്ല. അപ്പോൾ പ്രിസൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു കുറച്ച് കാലമായിട്ടുള്ളൂ. പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് എന്ന് പറയുന്ന രീതിയായിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. അതിന് മുമ്പ് പ്രിസൺസ് ജയിൽ എന്നാണ് പറയുക. ഒരു ഇരുമ്പ് മുറയ്ക്കുള്ളിലുള്ള ജയിൽ എന്ന സങ്കല്പം മാറിയിരിക്കുന്നു. ജയിൽ കുറച്ചുകൂടി ട്രാൻസ്പാരൻ്റ് ആണ്. ജയിലിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് തന്നെ, ജയിലിനെ ഞാനൊരു ക്യാമ്പസായിട്ടാണ് കരുതുന്നത്. ഞാനവിടെ വരുന്ന ആൾക്കാരോടൊക്കെ പറയാറുണ്ട്, ജയിലൊരു ക്യാമ്പസാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് യൂത്ത് വന്ന് കിടക്കുന്ന സ്ഥലമാണ് ജയിൽ. പ്രത്യേകിച്ച് നമ്മുടെ ഈ NDPS കേസൊക്കെ ആയി ബന്ധപ്പെട്ട് ഇത് ഒരു 18-നും 25-നും അല്ലെങ്കിൽ 30-നും ഇടയ്ക്കുള്ള ഒരുപാട് യൂത്ത് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവരുടെ എനർജി ഭയങ്കരമാണ്, അവരുടെ സ്കില്ല് ഭയങ്കരമാണ്. നമുക്ക് ടാപ്പ് ചെയ്യാം എന്നുള്ളതാണ് കാര്യം. ഓഫ് കോഴ്സ് അതിൻ്റേതായ നെഗറ്റീവ് കൺവെർജൻ്റുള്ള സ്ഥലം തന്നെയാണ് ജയിൽ. അപ്പോൾ നമ്മളൊരു സാധാരണ ജയിലിനെ നമ്മളിങ്ങനെ ഈ കൺസെപ്റ്റ് നമ്മുടെ അടുത്ത് ഉള്ളതുകൊണ്ട് അതെങ്ങനെയാണ് അവരുടെ മാൻ പവർ ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കറക്ഷണൽ ആക്ടിവിറ്റി. ഇപ്പോൾ കറക്ഷണൽ ഓഫീസർ, ഐ എം എ കറക്ഷണൽ ഓഫീസർ, ഐ എം നോട്ട് എ പോലീസ് ഓഫീസർ. അറിയാമല്ലോ, ഹോം A ആണ് പോലീസ്, ഹോം B പ്രിസൺ, ഹോം C ആണ് ഫയർ സർവീസ്. ഈ 3 അർദ്ധസൈനിക വിഭാഗങ്ങളുള്ളൂ. ബാക്കിയെല്ലാം ഫോറസ്റ്റ് ഹാക്കിയാണെങ്കിലും ഫോറസ്റ്റ് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്, എക്സൈസ് വേറെ ആഭ്യന്തരമല്ല. അപ്പോൾ ഹോം B ആണ് പ്രിസൺ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിസൺ DGP ഉണ്ട്. അപ്പോൾ 4 DGPമാരിൽ തന്നെ 4 എക്സ്കേഡർ പോസ്റ്റ് എന്ന് പറയുന്നത്, ഒന്ന് ലോ ആൻഡ് ഓർഡർ, ഒന്ന് വിജിലൻസ്, ഒന്ന് ഫയർ സർവീസ്, ഒന്ന് ജയിൽ. ഈ 4 ശരി DGP പോസ്റ്റുകളുള്ളത്. അപ്പോൾ അങ്ങനെ വൺ ഓഫ് ഈ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ 4 പില്ലേഴ്സിലൊരു പില്ലറാണ് ജയിൽ എന്ന് പറയുന്നത്. ആ ജയിലിലത്തെ കാര്യങ്ങൾ, ജയിലിലെ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റാണ്. ഉദാഹരണമായിട്ട് ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നും ഈ പോലീസ് DGPയുടെ കീഴിലല്ല, ഞങ്ങളുടെ പ്രസൻറ്റ് DGPയുടെ കീഴിലാണ്. ഇപ്പോൾ ശ്രീജിത്ത് സാറാണ് പുതിയ ആൾ വന്നിരിക്കണേ. ഷീ ഈസ് ഡയറക്റ്റ്ലി റിപ്പോർട്ടഡ് ദ ഹോം സെക്രട്ടറി ആൻഡ് ഹോം മിനിസ്റ്റർ. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ വരുന്നത്, അപ്പോൾ നമ്മൾ ഒരു CJS ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ജയിലിനൊരു പ്രത്യേക സ്ഥാനമുണ്ടല്ലോ. ഇപ്പോൾ 4 കാലുള്ള ഒരു കൂടാരം, ഒരു കാല് പോയാൽ വീണ് പോകുന്നത്. കാര്യം നമ്മുടെ കേരളത്തിൽ 57 ജയിലുകളാണുള്ളത്. അതിനകത്ത് നമ്മൾ ഈ 3.5 കോടി ജനങ്ങൾക്ക് ജയിൽ പോപ്പുലേഷൻസ് കംസ് അറൗണ്ട് 11,000 to 12,000 ആണ് ജയിൽ പോപ്പുലേഷൻ വരുന്നത്. അതിൽ കൺവിക്റ്റഡ് പ്രിസണേഴ്സിനെ സെൻട്രൽ ജയിലിലേക്കും ബാക്കിയുള്ള ചെറിയ ജയിലുകളിലേക്കുമാണ് വിടുന്നത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ കറക്ഷണൽ ആക്ടിവിറ്റീസ് നടക്കേണ്ടത് ആക്ച്വലി സെൻട്രൽ പ്രിസണിലുള്ള കൺവിക്റ്റഡ് പ്രിസണേഴ്സിൻ്റെ ഇടയിലാണ് വേണ്ടത്. പക്ഷേ എങ്ങനെയാണ്, ഹൗ യു കറക്റ്റ് എ പേഴ്സൺ എന്നുള്ളതിന് SOP ഒന്നുമില്ല. നിങ്ങൾ എങ്ങനെയൊക്കെ പേഴ്സണെ കറക്റ്റ് ചെയ്യുക, യു കറക്റ്റ് ഹിം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് കാര്യം, ഞങ്ങളിപ്പോൾ കറക്റ്റ് ചെയ്യുന്നതിന് അക്കൗണ്ടബിളും അല്ല. എത്ര പേര് ചാടിപ്പോയി എന്ന് വെച്ചാൽ പണി പോകും നമ്മുടെ. പക്ഷേ എത്ര പേരെ നീ കറക്റ്റ് ചെയ്തു എന്നോട് ചോദിക്കില്ല. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. അപ്പോൾ ജയിലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ജയിലിൽ ഒന്നുകിൽ ആർക്കും വേണ്ട, അല്ലെങ്കിൽ പ്രശ്നം വന്നാൽ ഭയങ്കര പ്രശ്നമാവുകയും ചെയ്യും. അപ്പോൾ ഈ ജയിലില്ല എന്ന് വിചാരിക്കുക. ജയിലില്ല എന്ന് വെച്ചാൽ ട്രാഫിക് പോസ്റ്റിൽ പോലീസുകാരില്ലാത്ത പോലെയാണ്. ഒരു തൂണിടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ വീട് നിൽക്കില്ല. ഈ 12,000 പേരെ എവിടെ കൊണ്ടുവിടും? വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏറ്റവും ഇൻകറേജബിൾ ആയിട്ടുള്ള കുറേ ആൾക്കാരെ ജയിലിനകത്ത് വെച്ച് പൂട്ടിയിടുന്നതുകൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാർ കിടന്നുറങ്ങുന്നത്. അവിടെ കുറച്ച് പേര് ഉറങ്ങാതിരുന്നവരെ നോക്കുന്നതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഇവരെ മുഴുവൻ പുറത്തിറക്കി വിട്ടു, എന്തുണ്ടാവുക? അതിൻ്റെ കുഴപ്പങ്ങളുണ്ടാവും. പക്ഷേ എല്ലാ ഈ 12,000 ആൾക്കാരും മുഴുവൻ പ്രശ്നക്കാരൊന്നുമല്ല, വളരെ കുറച്ച് പേരെ പ്രശ്നക്കാരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ജയിലിൽ വരുമ്പോൾ നമുക്കൊരു സമ്മിശ്രമായിട്ടുള്ള ഇതാണ് നമുക്ക് കിട്ടുന്നത്. കുട്ടികൾ, 18 വയസ്സായ ആൾക്കാർ, NDPS കേസിൽപ്പെട്ട പുതുതായി വരുന്ന ആൾക്കാരിൽ ഞങ്ങൾക്ക് പുതുതായി വരുന്ന പ്രശ്നം എന്ന് പറയണത്, ഒന്ന് NDPS പ്ലസ് പോക്സോ കേസുകൾ പെട്ടുവരുന്ന ആൾക്കാരാണ് ഒരു 40-45% വരുന്നത്. അത് പ്രത്യേകതയാണ്. അടുത്ത ഇതാണ് നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏകദേശം 40 lakhs അന്യഭാഷക്കാരുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രോസ് ജയിലിലും വരും. അപ്പോൾ ജയിലിൽ ഏകദേശം വരുന്നൊരു 15% ഒക്കെ വരുന്ന ആൾക്കാർ ഇപ്പോൾ ഈ അന്യഭാഷക്കാരാണ്. അതിനും പുറമെയാണ് ഫോറിനേഴ്സ് വരുന്നത്. VU സെൻട്രൽ ജയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു 20 രാജ്യങ്ങളിൽ നിന്നായിട്ട് 20 ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നായിട്ട് 85ഓളം ഫോറിനേഴ്സ് ഉണ്ട്.
പ്ലസ് ഇന്ത്യയിലത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ആൾക്കാരും ഉണ്ടാവും. ഒരു പാൻ വേൾഡാണ്, നോട്ട്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വർഷം ഞങ്ങൾക്കവിടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓൺ കറക്ഷൻ ആദ്യമായിട്ട് ജയിലിൽ നടത്തി. ഈ ഫോക്ക് എന്നാണ് പേരിട്ടത്, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓൺ കറക്ഷൻ. അങ്ങനെ പേരിൽ നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ചലച്ചിത്ര അക്കാദമിയും II50 തൃശ്ശൂരിൽ അവരൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടാക്കി നമ്മൾ ശരിക്കും ഒരു ഫിലിം ഫെസ്റ്റിവൽ തന്നെ നടത്തി. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, സാധാരണ ഇതിൽ ജയിലിലൊരു ഫിലിം വിടുന്നു, അവരെല്ലാവരും കണ്ടോണം എന്നുള്ളതല്ലോ. ഇത് അവർക്ക് ചോയ്സ് ഇല്ല. അവിടെ ഇത് ചോയ്സ് ഉണ്ട്. നമ്മളൊരു 100-200 പേര് കാണാൻ പറ്റുന്ന സ്ഥലത്താണ് ഇത് വെച്ചിട്ടുള്ളത്. നമ്മൾ മുൻകൂട്ടി പറയും, ഇന്ന ഫ്രഞ്ച് ഫിലിമാണിന്ന്, നാളെ പഥേർ പാഞ്ചാലിയാണ്, അങ്ങനെ പറയും. അപ്പോൾ അതൊരു കാണാൻ വന്നിട്ട് ഫോറിനേഴ്സിനൊക്കെ വന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ മാർക്കോ ഫിലിം കണ്ടിട്ട് ആൾക്കാർ അക്രമാസക്തരാകുന്നു എന്ന് ഭയങ്കര വിവാദം ഉണ്ടായിരുന്നല്ലോ. എങ്കിൽ അത് തിരിച്ചു വായനയും ആവാമല്ലോ, ഒരു തിരിച്ചു വായനയും ആവും. നല്ല സിനിമ കണ്ടാൽ നന്നാവുമോ നോക്കാമല്ലോ. അതാണ്. അപ്പോൾ നല്ല സിനിമകൾക്ക്, നല്ല ആർട്ടിന്, നല്ല മ്യൂസിക്കിനൊക്കെ റൂമുണ്ട്, ജയിലിൽ റൂമുണ്ട്. നമ്മളില്ലാന്ന് സാധാരണ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഡബ്ബാങ്കൂത്ത് ഫിലിമുകളും ഈ തട്ടുകളിപ്പോൾ ഇതൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. എങ്കിലും ഈ നല്ല ഫിലിം വെക്കുമ്പോൾ, നല്ല പ്യുവർ ആർട്ട് വെക്കുമ്പോൾ, പ്യുവർ മ്യൂസിക് വെക്കുമ്പോൾ അതിനും കുറച്ച് പ്രേക്ഷകരുണ്ട്, അത് അവരെ സ്പർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോക്ക് ഭയങ്കര വലിയ വിജയമായിരുന്നു. അതേ സിമിലർ തിങ് ഞാൻ നടത്തിയത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷൻ നടത്തി, ഒരു ഓഡിയോ ബുക്ക് ഇറക്കി. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജയിലുകളിൽ പുതിയ സംഭവങ്ങളാണ്. നമ്മളൊരു അവിടെ നിന്ന് കേട്ടറിവ് കൊണ്ടൊക്കെ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ നമുക്കൊന്ന് സ്വാധീനിക്കാൻ കഴിയുക എന്നുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഈ സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷൻ നടത്തിയപ്പോൾ അവരോട് പറയാണ്, നിങ്ങളുടെ കഥ പറയൂ എന്നാണ് പറയുന്നത്. നമ്മൾ ജൂറി മുമ്പിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ ആൾക്കാക്കിക്കുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും ഉണ്ടായിരുന്ന സിസ്റ്റം മാറുകയാണ്. പ്രേക്ഷകരായിരുന്ന തടവുകാർ സ്റ്റേജ് കീഴടക്കുന്നു. സ്റ്റേജിലിരുന്നു കൊണ്ട് അവർ താഴത്തേക്ക് നോക്കിയിട്ട് അവർ കഥ പറയുന്നു, പല ഭാഷയിൽ പറയുന്നു. ഇപ്പോൾ കോങ്കോക്കാരൻ വന്ന് കോങ്കോ ഭാഷയിലാണ് പറയുന്നത്. അപ്പോൾ ഹിന്ദിക്കാരൻ ഹിന്ദിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ജൂറീസ് നമ്മൾ കുറച്ച് പേരെ എഴുത്തുകാരെയൊക്കെ കൊണ്ടുവരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്കും ഒരു ഹോണ്ട് ചെയ്യപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഇപ്പോൾ ഈ വിദേശ ഭാഷകൾ ഈ ആൾക്കാർ പറയുന്നത് മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവില്ല. അവനും അറിയാം നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ അവനൊരു 5-8 മിനിറ്റ് ഒരു പേഷ്യൻ്റ് ലിസണിങ് കിട്ടുകയാണ്. അത് ചെറിയ കാര്യമല്ല. അവൻ്റെ ഭാഷയിൽ ഒരു പക്ഷേ അവൻ നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷോ എന്തെങ്കിലും നടക്കുകയുള്ളൂ, അവിടെ കോങ്കോ ഭാഷ നടക്കില്ലല്ലോ. അപ്പോൾ ആ കോങ്കോ ഭാഷയിൽ അവൻ പറഞ്ഞ് കരയാണ്. ഒരു കഥാർസിസ്. കഥ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകളിലെല്ലാം ഒരു വെള്ളമുണ്ടായിരുന്നു, കാണികളിലും ഉണ്ടായിരുന്നു അത്. അപ്പോൾ അത് ലോകത്തെല്ലായിടത്തും മനുഷ്യൻ്റെ കഥ ഒന്നാണ്. ഇപ്പോൾ ഭാഷ എന്നുള്ളത് തെളിയിക്കുകയാണ്. പക്ഷേ അത് പറഞ്ഞു കഴിയുമ്പോൾ നല്ലൊരു കഥാർസിസ് നടന്നു അവിടെ. ഒരു എൻ്റെ ഇമോഷൻസ് എന്നുള്ളത് അങ്ങോട്ട് കുറേ ഒഴുകിപ്പോയ പോലെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായത്. അതുപോലെ തന്നെ അനുഭവമാണ് നമ്മൾ ഈ ഫോക്ക് നടത്തിയപ്പോൾ. അത് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. പഥേർ പാഞ്ചാലി കളിച്ചു. പഥേർ പാഞ്ചാലി നമ്മളും ശരിക്കും കണ്ടിട്ടൊന്നുമില്ല. നമ്മളും GK പഠിച്ചിട്ട് തന്നെ ഉള്ളൂ അല്ലേ. പഥേർ പാഞ്ചാലി എന്താ, വിഭൂതിഭൂഷൺ ബാധ്യഭൂതി ഒക്കെ പഠിച്ചിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ലേ. 50കളിലെ ബംഗാളിലെ കഥയാണ്. അതിപ്പോൾ ആർക്കും മനസ്സിലാവുക, പക്ഷെ മനസ്സിലാവുന്നവരുണ്ട്. ആര്? ബംഗ്ലാ തടവുകാർ. ബംഗ്ലാ തടവുകാരുടെ അവസ്ഥ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവിടെ. അവർക്കത് കണ്ടപ്പോൾ മനസ്സിലായി പെട്ടെന്ന്, അവരുടെ ഭാഷയിലാണ്. ബംഗ്ലാദേശ് തടവുകാർ ഇത് കണ്ടിട്ട് ഫോറത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേ പേര്, ഇപ്പോൾ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ പ്രിയനന്ദനൻ, കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ജൂറി പോലെ വന്നിരുന്നു. അവരോട് അപ്പോൾ അവൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു ബംഗ്ലാദേശ് തടവുകാരൻ ഒരു 2 hours പോയിട്ട് പഥേർ പാഞ്ചാലി കാണൂല, അങ്ങനെ അവസരമില്ല, എന്നെങ്കിൽ തന്നെ കാണില്ല. അത് കണ്ടു കഴിഞ്ഞിട്ട് അവനിപ്പോഴും അവനിപ്പോഴും അറിയാം, ഇപ്പോഴും അവൻ്റെ ജീവിതമാണത്. നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ അന്നത്തെ അതേ മറ്റേ അപ്പുവിൻ്റെയും ആ കഥകൾ കണ്ടിട്ട് അവന് ശരിക്കും കരച്ചിൽ വന്ന് അവൻ എനിക്കൊന്ന് സംസാരിച്ചു എന്ന് പറയണത്. അപ്പോൾ നമുക്കങ്ങനെ അവരുടെ ചില വികാരങ്ങൾ നമുക്കിങ്ങനെ തോണ്ടാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കാര്യങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യുന്നു. അപ്പോൾ അവരുടെ സ്കില്ലിനെ നമ്മൾ ടാപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു കാര്യം. ഒരുപാട് എനർജി കളിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറഞ്ഞ കഥകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും അവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് നമുക്കൂടെ സംഘടിപ്പിക്കാൻ സാധിച്ചു. അതിന് തന്നെ നമ്മൾ മലയാള ഭാഷാ വാരാചരണത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുമ്പോൾ ചർച്ച വയ്ക്കും. അപ്പോൾ ഒരുപാട് സാഹിത്യകാരന്മാർ വരും, അവരായിരിക്കും. അപ്പോൾ ഇവരോട് പലരും കുറേ പേരെങ്കിലും, ഉദാഹരണമായിട്ട് ആ സമയത്ത് നമ്മുടെ മാവോയിസ്റ്റ് തടവുകാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ നന്നായിട്ട് വായനക്കാരല്ലേ, ടെറിബിൾ. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വന്ന ആൾക്കാർക്ക് ഇങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ട്. എന്ത്
താങ്കളോട് ഇതിന് ഉത്തരം പറയാനുള്ള സൈദ്ധാന്തിക ദാർഢ്യം എനിക്കില്ല എന്ന് ഇയാൾ പറഞ്ഞു. അവരെല്ലാവരും വരും, ജയിലല്ലേ, സിമ്പിൾ തിങ്, ആരും വല്ല പ്രൈമറി സ്കൂളിൽ പറഞ്ഞ പോലെ വരാമല്ലോ. അല്ല, വളരെ സീരിയസ് ക്യാമ്പസാണ്, കുറച്ച് പേര്, എല്ലാവരും അല്ല. അപ്പോൾ അതിൻ്റെ സുവനീർ ഇറക്കിയിട്ടുണ്ട് ഞങ്ങൾ.